അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ദിവസം എത്തിപ്പെട്ടിരിക്കുകയാണ്. RSS മേധാവി മോഹൻ ഭഗവത് ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. രാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ന്യൂയോർക്കിൽ വന്നിരിക്കുകയാണ്. ഒട്ടനവധി പ്രതിഷേധക്കാര് മൻഹാട്ടനിലെ 34th സ്ട്രീറ്റിലെ മാഡിസൺ സ്ക്വയർ ഗാർഡന്റെ മുമ്പിൽ അണിനിരന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തിനെ പ്രതിനിധീകരിക്കുകയല്ലെങ്കിലും അവിടുത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടന, രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ സാമുദായിക സംഘടനയായ RSSനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒട്ടനവധി വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നടുവിലൂടെ JFK ഇന്റർനാഷണൽ എയർപോർട്ട്, ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് സ്വന്തം ഫ്ലൈറ്റിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു നേതാവ് ഇവിടെ വന്നിറങ്ങുമ്പോഴും അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്കും ഒട്ടനവധി തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ. ഈ മണ്ണിൽ അവരുടെ ഉത്തരവാദിത്തമാണ്. ഒരു പക്ഷേ ന്യൂയോർക്ക് മേയറായ മംദാനി പോലും വിചാരിച്ചാൽ പിടികിട്ടാത്ത ഒരു വ്യക്തിത്വമാണ് മോഹൻ ഭഗവത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുൻകാലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ അമേരിക്കയിലിട്ട് പല സാഹചര്യങ്ങളിലും ഇന്ന് നമുക്കറിയാവുന്ന പോലെ വെനിസ്വേലയിലെ പ്രസിഡന്റ് അവിടെ മദൂരോ കിടക്കുന്നുണ്ട് ഉള്ളില്. അതുപോലെ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കന്മാരെ അമേരിക്കയിൽ കാലുകുത്തിയ വേളയിൽ പല കേസുകളുടെ അടിസ്ഥാനത്തിലും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ അടിസ്ഥാനത്തിലും അറസ്റ്റ് ചെയ്യുന്ന രീതി അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പല വിഷയങ്ങളും RSSനോട് ഒരു ഉപരോധം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ഗണത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയെ, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതിന്റെ പേരിൽ. ഒപ്പം തന്നെ ന്യൂയോർക്ക് മേയർ മംദാനിയെ, കൊച്ചു പയ്യൻ, അവനൊരു ആഗ്രഹം, അന്ന് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ പറഞ്ഞത് എനിക്ക് ആഗ്രഹമുണ്ട്, അത് എന്റെ കയ്യിൽ ഒതുങ്ങുന്നത്, എന്റെ കൊക്കിൽ ഒതുങ്ങുന്നതല്ലാന്ന്, അവന്റെ കൊക്കിൽ ഒതുങ്ങുന്ന കാര്യമില്ല എന്നാണ് അവൻ ഇപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു വിദഗ്ധൻ, ഈ കാര്യങ്ങളുടെ ഒക്കെ ആഴത്തിൽ പഠിക്കുന്ന നമ്മുടെ മിഥുനുമായിട്ടുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ മിഥുൻ, എന്താണ് ഇതിനെപ്പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? അതേപോലെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ, ഈ മംദാനി എന്നുള്ള ചെറുപ്പക്കാരൻ വളരെ മിടുക്കനാണ്, സുന്ദരനാണ്, സുഖകരൻ, ഒരുപാട് കഴിവുള്ള ഒരു യുവാവാണ്. ഓക്കെ, പക്ഷെ അദ്ദേഹം ചെന്ന് പൊട്ടിയിരിക്കുന്ന പാർട്ടിയും അതോടൊപ്പം തന്നെ ഐഡിയോളജിയുമാണ് ശരിയല്ല. അത് ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള നേതാവാണ്, കഴിവുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ്. അദ്ദേഹം ഞാൻ പറഞ്ഞ ന്യൂയോർക്കിലെ ഒരു തവണ മാത്രം മേയറാകാൻ പോകുന്ന വ്യക്തിയാണ്. അതിന്റെ പൊളിറ്റിക്കൽ കരിയർ ഏകദേശം തീരുമാനമായിട്ടുള്ളത്. തീരുമാനമാക്കിയത് വേറെ ആരുമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. ഒരുപാട് പ്രോമിസിംഗ് മിടുക്കനായ യുവാവാണ്, 34-ാമത്തെ വയസ്സിൽ. പക്ഷെ നമ്മൾ പറയുന്ന മോഹൻ ഭഗവതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും സംഭവം എന്ന് പറയുന്നത്, മംദാനി കേട്ട ഇന്ത്യയല്ല ഇന്ത്യ. മംദാനി ഒരു പക്ഷെ അവളുടെ അമ്മയിൽ കൂടെയും ഒരു പക്ഷെ അവന്റെ അച്ഛനിൽ കൂടെ കേട്ട ഇന്ത്യ ഉണ്ട് അല്ലേ. മമ്മൂട്ടി പറഞ്ഞ പോലെ പാവങ്ങളുടെ ഇന്ത്യ അല്ലേ. സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. അവന് ഇന്ത്യയുടെ ഒരു ബന്ധമില്ല, അവൻ എവിടെയോ ജനിച്ച ഒരു പണത്തിന്റെ അപ്പൊ അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയെ പറ്റി യാതൊരു ധാരണയില്ല. ആ ധാരണയില്ല എന്നുള്ളത് മീഡിയ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദാവീദും കൂട്ടരും വിചാരിച്ചിരിക്കുന്ന അപ്പൊ അതിനെന്തൊക്കെയോ അറിയാമെന്ന് വെച്ചാൽ അപ്പൊ അതിന് ഇന്ത്യയെ പറ്റി അറിയാതെ നെതന്യാഹുവിനെ ചൊറിഞ്ഞിട്ട് അതിന്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സംഭവം എന്ന് പറയുന്നത് അവൻ ഒരു വിഷയമല്ല, അതായത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന മോഹൻ ഭഗവതിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ലോകം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന പറയുന്നത് RSS എന്ന് പറയുന്ന സംഘടന എന്തിനാണ്, വാട്ട് ഈസ് ഐഡിയോളജി, അവരെന്തിനാണ് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്, ഓക്കെ, അവരെന്ത് സ്വാധീനമാണ് കേന്ദ്ര സർക്കാർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവർ പറഞ്ഞ വിമർശനങ്ങൾ, അതായത് ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ വാഴാൻ സമ്മതിക്കാത്ത ഒരു ഭീകര സംഘടനയാണ് RSS എന്നാണ് ഇവർ പറയുന്നത് അല്ലെ. ഇവിടുത്തെ ഒരുപാട് കടലാസ് സംഘടനകൾ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി RSSന് ബന്ധമുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരുപാട് ആൾക്ക് ആഗ്രഹമുണ്ട്. സോ അയാൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞേ പറ്റൂ, ഉത്തരങ്ങൾ പറയേണ്ട ആവശ്യകതയുണ്ട്. അത് മനോഹരമായ രീതിയിൽ പറയാം. RSS അവിടെ ഇരിക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കാനാണ്, ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കാൻ. അത് പറഞ്ഞൊരു ബുദ്ധിമുട്ടും എന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം താഴേക്ക് പോയിട്ടില്ല. അത് എണ്ണം താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ കാരണം ന്യൂനപക്ഷം തന്നെയാണ്. നിർബന്ധിതമായിട്ട് ഇന്ത്യയിൽ ആരെയും ഹിന്ദുക്കളായി മാറ്റുന്നുണ്ടോ? എന്റെ അറിവില്ല. ഉണ്ടോ? ഇല്ലല്ല. ഞങ്ങൾ ഇന്ത്യയിൽ ജനിച്ചു, ഞാൻ ഇന്ത്യയിൽ ഒരുപാട് വർഷം, എന്റെ നല്ലൊരു പങ്കും ഇന്ത്യയിൽ ജനിച്ചൊരു വ്യക്തി. എന്നെ ഒരു
RSS അല്ലെങ്കിൽ ഒരാളും വന്നിട്ട് നിർബന്ധിത മതപരിവർത്തനത്തിൽ ഇവിടെ ഹിന്ദുവാക്കാൻ വന്നിട്ടില്ല അല്ലേ? പക്ഷെ ശരിയാണ്, ബൈബിളും പിടിച്ചുകൊണ്ടൊക്കെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർ പ്രതികരിക്കും. അത് സ്വാഭാവികമായിട്ട് പ്രതികരണം മാത്രം, അതൊക്കെ അതിന്റെ രീതിയിൽ തട്ടിക്കളഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഹിന്ദുക്കളുടെ അല്ല, അതിനെ ഒരു വലിയൊരു മഹത്വവൽക്കരിച്ചുകൊണ്ട് അയ്യോ അതൊന്നും ഇല്ലാതെ ഞാൻ പറയുന്നത് ചില ഏരിയകളിൽ കാണുമായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തള്ളിക്കളയേണ്ടതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ അച്ചടക്കം പാലിക്കുക. എന്തിനാണ് RSS നിലനിൽക്കുന്നത്, RSSന്റെ സ്വാധീനം എന്തിനാണ് എന്നുള്ളത് ശരിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സമയമായിരിക്കുകയാണ്. ഇതൊരു ചർച്ചാ വിഷയമാണ്. വേണ്ടോ വേണ്ടായിരിക്കാം. അപ്പൊ നമ്മളൊരു പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ, ഒരു പക്ഷെ വേണം വേണ്ടായിരിക്കാം. ദാറ്റ്സ് ഓക്കെ. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞൊരു 2 മാസം ഹസുബുള്ള എന്ന് പറയുന്ന ഒരു നേതാവ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചോദ്യം, അദ്ദേഹം ബുദ്ധിമുട്ട് പോയി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇതിനെപ്പറ്റി ജനങ്ങളോട് പറയണം. ഈ ഒരു അവസരം മോഹൻ ബഗവത് മെഡിസിൻ സ്കൂളിൽ നടക്കുന്ന ഈ ഒരു മീറ്റിംഗില് ജനങ്ങളോട് പറയണം. അതായത് എന്താണ് RSS എന്ന്, വാട്ട് വി സ്റ്റാൻഡ് ഫോർ. ഇന്ത്യയെ ഒന്നായി നിർത്തുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി തീരും. ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് അറിയില്ല RSSനെ പറ്റി വ്യക്തമായി. ഇതിൽ താങ്കൾ പ്രതിപാദിച്ച 1-2 വിഷയങ്ങൾ എന്ന് പറഞ്ഞത് മംദാനി ഒരു പക്ഷെ അവസാനത്തെ അദ്ദേഹം ഒരു പ്രാവശ്യത്തെ മേയറാണ് എന്നാണ് താങ്കൾ പ്രതിപാദിച്ചത്. അത് ഒരു പക്ഷേ ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച് താങ്കൾ കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഇവിടെയുള്ള പുതുതലമുറ, നമ്മുടെ പാർട്ടികൾ അല്ലെങ്കിൽ CJP പോലെയുള്ള പാർട്ടികൾ, പുതിയ ജനറേഷൻ സി, അവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ ഈ ഒരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങൾ, യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് മെറ്റയാണെങ്കിലും അവരുടെ ഹേറ്റ് സ്പീച്ച്, അതായത് നമ്മൾ ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ ഹേറ്റ് സ്പീച്ച് ആക്കി കാൽക്കുലേറ്റ് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സെൻസറിഷിപ്പ് ഈ യൂട്യൂബിലൊക്കെ നിലനിൽക്കുന്നുണ്ട് വ്യക്തമായിട്ട് കേരളത്തിന്റെ. അതായത് പ്രാദേശിക തലത്തിൽ ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അവിടെയുള്ള വിഷയങ്ങളിൽ പോലും സതീശനെ പൊക്കി കാണിക്കുന്ന വീഡിയോസിന് മാത്രമാണ് അവിടെ അവർക്ക് അത്ര സ്വാധീനം യൂട്യൂബിൽ പോലും ഉണ്ട്. അത് അതിനൊരു ഉദാഹരണം എന്റെ വീഡിയോസിന്റെ ഇപ്പോഴുള്ള സംഖ്യകൾ നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. വ്യക്തമായിട്ട് എന്റെ വീഡിയോസ് പണ്ട് 1.5 ലക്ഷം വരെ കണ്ട വീഡിയോസ് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് അത് താഴ്ന്ന് പോയിരിക്കുന്നത് കാരണം സത്യം വിളിച്ചു പറയുന്നതുകൊണ്ടാണ്. ഞാൻ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും. പിന്നെ താങ്കൾ പ്രതിപാദിച്ച മറ്റൊരു വിഷയം, മലർനാടനൊക്കെ മറിഞ്ഞു കഴിഞ്ഞു, അത് പോട്ടെ. ഇനി ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, താങ്കൾ പ്രതിപാദിച്ച പോലെ ഈ ഇത്രയും വലിയ ജനാധിപത്യ രാജ്യത്ത് 140 കോടി ജനങ്ങളുടെ ഭൂരിപക്ഷ സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന RSS, ഞാൻ എന്റെ പല മുമ്പത്തെ വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. എത്ര ആൾക്കാർ RSS കൊണ്ടുവന്ന താങ്കൾ പറയുന്ന ഈ ബൈബിള് കൊണ്ട് നടക്കുന്ന ഇവർക്ക് ഈ സംഘമിത്രങ്ങൾക്കുള്ളിൽ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ട്, അതുപോലെ ഒട്ടനവധി വിഭാഗങ്ങളുണ്ട്. RSS ഒരു പക്ഷെ ഗർവാപ്പസി അവർക്ക് പോലും ഇല്ലാത്ത ഇത് അവരോട് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും അവരുടെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരു സംവിധാനം ഉണ്ട്. നമ്മളൊരു ഇസ്ലാമിക രാജ്യത്തിനെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോ ഈ RSS ചെയ്തത് അതിന്റെ 100-ലൊന്നോ 10,000-ലൊന്നോ എത്തോ. അതായത് ഒരു ചെറിയ മണിപ്പൂര്, അതല്ലെങ്കിൽ അവിടെ ഒരു ഗർവാപ്പസി എന്നും പറഞ്ഞ്, അതല്ലെങ്കിൽ ഒരു പശുവിനെ കൊണ്ടുപോകുന്ന തല്ലി ചീത്തപ്പേരുണ്ടാക്കാൻ വിദഗ്ധരാണ്. RSS അല്ല ചീത്തപ്പേരുണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് മുഴുവനും ഈ പറഞ്ഞ ബജ്റംഗ് ദള് ഇവരൊക്കെയാണ് പോയി ഡാൻസ് കളിക്കാൻ പാടില്ല പെൺകുട്ടികള്. അത് ഈ സമാധാനം ആഗ്രഹിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് വലിയൊരു ചീത്തപ്പേരാണ് അവരുണ്ടാക്കി കൊടുക്കുന്നത്. ഇനി മമതാനിയോട് ഞാൻ പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മതം, വിശ്വാസം, അതായത് സമാധാനവാദികളായ പാലസ്തീനികളെയൊക്കെയാണ് അദ്ദേഹം വിൽക്കാൻ നോക്കുന്നത്. അതിനോട് ചോദിക്കുന്നത്, ഈ അദ്ദേഹം ഇന്നലെ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാനും ഒരു ഇന്ത്യക്കാരനാണെന്നാണ്. അദ്ദേഹത്തിന് ഒരു ഇന്ത്യക്കാരനാണെന്ന് താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യക്കാരനെന്ന് പറയാനുള്ള അവകാശം ഉണ്ടോ? ഞാൻ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ അവിടുത്തെ ഒരു സംസ്ഥാനമായ ബഹുഭൂരിപക്ഷം മുസ്ലിമുകൾ തിങ്ങി പാർക്കുന്ന കാശ്മീർ, അവിടുത്തെ പണ്ഡിറ്റുകളുടെ ജീവിതം, അവിടുന്ന് ഒളിച്ചോടിപ്പെട്ട ഇത് കഴിഞ്ഞ 2014 മുമ്പ് അടിച്ചമർത്തപ്പെട്ട ആ ഒരു സാഹചര്യം ആണോ? ആ സാഹിത്യത്തെ പറ്റി അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റുമോ? ഈ പറഞ്ഞ ഇന്ത്യയിൽ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. RSS ഉള്ള, VHP ഉള്ള, ബജ്റംഗുള്ള ഇന്ത്യയിലാണ്. 2014 ശേഷം അവിടെ മാറ്റങ്ങളുണ്ട്. സൈനിക വാഹനങ്ങളിലേക്ക് കല്ലെറിയുന്ന ഒട്ടനവധി ഇസ്ലാമിക യുവാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ പാഠം പഠിച്ചിട്ടുണ്ട്. ആർക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ?
അതല്ലെങ്കിൽ 2014 മുമ്പ് എല്ലാ ആഴ്ചയിലും ബോംബെയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ എവിടെയെങ്കിലും ഒരെണ്ണം പൊട്ടു, കോയമ്പത്തൂരോ എവിടെയെങ്കിലും ഒക്കെ പൊട്ടു. ആ സാഹചര്യത്തിൽ നിന്ന് വളരെ മാറ്റം വന്നു. വല്ലപ്പോഴും ഒരു പകൽക്കാമോ അതിൽ നിന്നല്ലാണ്ട് അത്ര വലിയ പൊട്ടലിലെ ചീറ്റിലൊപ്പം ഇല്ല. 100-100 ആൾക്കാരാണ് ഒരു പൊട്ടലിൽ പോകുന്നത്. തീർച്ചയായും. അപ്പോ നമ്മള് മമദാനി അതായത് ഈ ഇതൊന്നും അമേരിക്കൻ ജനതയോട് പറഞ്ഞിട്ടില്ല. അമേരിക്കൻ ജനത കാണുന്നത് ഒരു ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ഒരു നേതാവ് വരുന്നു, ജനങ്ങളെ ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊല്ലുന്ന ഒരു നേതാവ് എന്നുള്ളൊരു ഇതാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഒരു പരിധി വരെ ഇത് ഉള്ള ചീത്തപ്പേരിലും കൂടുതൽ വാങ്ങിയെടുക്കാനായിട്ട് സംഘമിത്രങ്ങൾ കൂടുതലായിട്ട് വാങ്ങിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അല്ലേ? ഇതിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ താങ്കൾക്ക്? കൂട്ടിച്ചേർക്കാനായിട്ടെന്ന് പറയുന്നത് ഇത് വലിയ കഥയുള്ള കാര്യമല്ല. മമദാനി ഈ വിഷയം എന്ന് പറയുന്നത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻ ഭഗവതന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പോപ്പുലാരിറ്റി കിട്ടിയിരിക്കുകയാണ് അല്ലെ ഇപ്പം. അല്ല, അദ്ദേഹം വന്നിരിക്കുന്ന ഒരു ഇതിന്റെ കഥ, അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് CJPയുടെ പാർട്ടികളുടെ ഇതിന് സമരത്തിന് അദ്ദേഹം ഒരു യുവാക്കളെ ഏറ്റെടുക്കുന്ന, അതായത് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു, മദർ തെരേസ മതം മാറ്റാനാ വന്നത്. അതൊക്കെ അദ്ദേഹത്തിന് പാളിയ വാക്കുകളായിരുന്നു. കാരണം മദർ തെരേസനെ അധിക്ഷേപിക്കാനായിട്ട് അദ്ദേഹം തുനിയുമ്പോ അത് സ്വയമായിട്ടുണ്ടാക്കുന്ന ഒരു വലിയൊരു ഇത്. ഒപ്പം തന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ട് ഇന്ന് അദ്ദേഹം വന്നിരിക്കുന്ന യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻ ഇദ്ദേഹം നടത്തുന്ന ഈ 29-ാം തീയതി നടത്തുന്ന ഇതിന്റെ പേര് യൂണിവേഴ്സൽ വൺനെസ്, അതായത് ഏകത്വം, വിശ്വകുടുംബം, എന്താണ് വാക്ക്, വാസുദൈവ കുടുംബകം എന്നുള്ളൊരു സങ്കല്പവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് അദ്ദേഹത്തിന് എല്ലാ ഭാവുകളും നേരിടല്ലാതെ, അതായത് തട്ടിൽ തൂക്കി നോക്കുമ്പോ എന്തായാലും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടുത്ത് RSS തീവ്രവാദം എത്തില്ല. ഇസ്ലാം കൊന്നത്ര ജനങ്ങളെ മതത്തിന്റെ പേരിൽ കൊന്നിട്ടില്ല എന്നുള്ളതാണ്, RSS കൊന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു തീർച്ചയായിട്ടും. താങ്ക് യു.